ജീവിത പ്രാരാബ്ദങ്ങളെ മറികടന്ന് തന്റേതായൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണ് മട്ടന്നൂരിലെ സി റഫീഖ്. തൊഴിലാളിയായി പ്രവാസ ജീവിതം തുടങ്ങിയ റഫീഖ് 28 വർഷത്തിനിപ്പുറം ജന്മനാട്ടിലും കർണാടകയിലുമൊക്കെയായി ഒരുപിടി സ്ഥാപനങ്ങളുടെ മേധാവിയാണ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് മട്ടന്നൂരും കൂർഗിലും പുതിയ പ്രൊജക്ടുകളുടെ ഒരുക്കത്തിലാണ് ഈ 49-കാരൻ. മട്ടന്നൂർ, തെരൂർ, പാലയോട് സ്വദേശിയായ റഫീഖ് ജീവിതമാർഗം തേടിയാണ് 21-ാം വയസ്സിൽ സൗദിയിലെത്തിയത്. ലേബർ വിസയിൽ പ്രവാസം തുടങ്ങിയ റഫീഖിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 6 വർഷം മണരാരണ്യത്തിൽ വിയർപ്പൊഴുക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അൽക്കോബാറിൽ സ്വന്തമായൊരു റെസ്റ്റോറന്റ് റഫീഖ് ആരംഭിച്ചിരുന്നു. നാട്ടിലെത്തിയ റഫീഖ് മട്ടന്നൂരുകാരി ഷഹർബാനുവിനെ ജീവിത സഖിയാക്കി. കുടുംബത്തിനൊപ്പം സൗദിയിലേക്ക് ചേക്കേറിയതോടെ ബിസിനസിന്റെ കൂടുതൽ രംഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് കാര്യങ്ങൾ നീക്കിയതോടെ റഫീഖ് എന്ന ബിസിനസ്സുകാരനെ നാടും നാട്ടുകാരും അറിഞ്ഞു. ആദ്യം ഒരു വലിയൊരു വിഷയം നമ്മൾക്ക് ഉണ്ടായില്ല. അത് നമ്മളൊരു ഫാമിലീനെ ഒന്ന് നല്ല രീതിയിലാക്കുക, ഫാമിലിയിലെ പ്രയാസങ്ങൾ മാറ്റുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് അടുത്ത വർഷം തന്നെ ഒരു സ്ഥാപനം, നമ്മുടെ ഇതിൻ്റെ നെസ്മ എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. ആ സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെ ദമാമ് അൽക്കോബാറിൽ ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അൽക്കോബാറിൽ റെസ്റ്റോറന്റിനു പുറമെ സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള ഒരുപിടി സ്ഥാപനങ്ങൾ റഫീഖ് സ്വന്തമാക്കി. മംഗലൂരുവിലും ഉപ്പളയിലും വ്യാപാര സമുച്ചയങ്ങൾ പണിത് നാട്ടിലേക്കുള്ള വരവറിയിച്ചതിന് പിന്നാലെ ജന്മനാട്ടിൽ ഈസി ബൈയുടെ ഫ്രാഞ്ചൈസിയും ആരംഭിച്ചതോടെ ആത്മവിശ്വാസം കൂടി. മട്ടന്നൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടി വന്നതോടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിലെ 19-ാം മൈലിൽ 4 സ്റ്റാർ സ്റ്റാറ്റസ് സേവനങ്ങളുമായി നെസ്മ പാലസ് തുറന്നത്. VIP യാത്രക്കാരും വിമാന കമ്പനി ജീവനക്കാരുമടക്കം മട്ടന്നൂരിലെത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തിയ നെസ്മ പാലസ് വളർച്ചയുടെ പടവുകൾ കയറുകയാണിപ്പോൾ. നമ്മൾ സത്യസന്ധമായിട്ട് പോകുന്നുണ്ട്. 100% ആരും വിജയിക്കും. അതിൻ്റെ കൂടെ എഫേർട്ടും കുറച്ച് ഫണ്ടും. നമ്മളിപ്പോൾ അവിടെ ആദ്യം പോയിട്ടൊരു 6 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ആ വരുമ്പം തന്നെ ഏകദേശം ഞാനൊരു ബേസ് ഉണ്ടാക്കിയിരുന്നു. അവിടെ തന്നെ നാട്ടിൽ വരാതെ തന്നെ ഈ 5 വർഷം കൊണ്ട് ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 3-4 സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടാണ് കല്യാണം കഴിയുന്നത്. ബിസിനസ് സെന്റർ, സ്റ്റാർ ഹോട്ടൽ തുടങ്ങി ഒരുപിടി പദ്ധതികളും ജന്മനാട്ടിൽ റഫീഖ് ഉദ്ദേശിക്കുന്നുണ്ട്. കൂർഗിൽ റിസോർട്ട് അടക്കമുള്ള വമ്പൻ പദ്ധതികളും അധികം വൈകാതെ ആരംഭിക്കും. സ്വപ്നം കണ്ട് പ്രയത്നിച്ചാൽ ലോകം കീഴടക്കാമെന്നാണ് റഫീഖ് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചത്. മീഡിയ 1, കണ്ണൂർ.